സൈബർ സെല്ലിൽ എന്താ കോൾ വന്നിട്ട് ഇങ്ങനെ ആരോ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം നിങ്ങളിങ്ങനെ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനത് എന്ത് തെറ്റാ ചെയ്തത്? തൊട്ട് മുന്നേ വിഷു ആയിരുന്നു, അതും അതേ ലൊക്കേഷനിൽ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലില്ലാത്ത സംഭവം എന്താ ഇതിലുള്ളത്? നിങ്ങളൊന്ന് ജസ്റ്റ് വരണം, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. അവർക്ക് ഇത് കാണുന്നവർക്കൊന്നും തോന്നുന്നില്ല, ജസ്റ്റ് കാണുമ്പോൾ നമ്മളത് പറയുമ്പോഴാണ് ചിലർക്ക് തോന്നുന്നത്. ചിലവർ പിന്നെ ഇതിന് വേണ്ടിയിരിക്കുന്നവർ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോയിൽ ഫുള്ളും കമൻസ് ആയിരുന്നു. തലേദിവസം നമ്മൾ ഒരു 5:30 എന്തോന്നാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ എൻ്റെ കൂടെ പെയറായിട്ട് ചെയ്ത വിഷ്ണു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, അവൻ എന്നെ വിളിച്ചു, നീ കമൻ്റ് ഒന്ന് എടുത്ത് നോക്കിയേ, നമ്മുടെ കൈവിട്ട് പോകണമെന്ന്. കൈവിട്ട് പോകുന്നു എനിക്ക് മനസ്സിലായി. എനിക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്. അവനും പറഞ്ഞത് എന്താടി ഇങ്ങനെ, അവനും മനസ്സിലാവുന്നില്ല. അതിലൊരു പോസ് കണ്ടിട്ട് കാമസൂത്രത്തിൻ്റെ ഫോട്ടോഷൂട്ടാണോ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡയറക്ടറും ചോദിച്ചു, എന്ത് പാടിയത് നീ അവൻ്റെ ഷോൾഡറിൻ്റെ പുറത്ത് നിൻ്റെ കാലൊക്കെ എടുത്ത് വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, കാമസൂത്രത്തിൻ്റെ ഫോട്ടോഷൂട്ടാണോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പോസുകൾ പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡാണ്, കൂടെ ഉണ്ടായിരുന്നു അവൻ. അതെ, അവനാ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കും. പിന്നെ എല്ലാവരും നല്ലത് പറയണമെന്നില്ലല്ലോ, വേറെ ജോലിയില്ലോ അതൊക്കെ. അതിലോട്ട് ഇങ്ങനെ ആവണം, ഞാൻ ക്യാരക്ടർ ഇങ്ങനെ എടുക്കണം, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ ആക്ഷൻ പറയുമ്പോൾ നമ്മൾ എന്താണ് സ്ക്രിപ്റ്റ് വായിക്കുക, എന്താണ് സീൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മതി. അതിൽ ഇമോഷണലായിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് നമ്മളത് നോക്കണം. അല്ല നോർമൽ സീനിലൊക്കെ നമ്മൾ കഥാപാത്രം ഉൾക്കൊള്ളണം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ.